നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ചങ്ങാതിമാർ. നമുക്കൊക്കെ ഉണ്ടല്ലോ ചങ്ങാതിമാർ. എല്ലാവരും ചങ്ങാതിമാരാണ്. പക്ഷേ ആത്മാർത്ഥത എന്തുമാത്രമുണ്ട് ചങ്ങാതിമാർക്ക് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മൃഗങ്ങളുടെ കഥയാണ് കേട്ടോ. മനുഷ്യരെക്കാളൊക്കെ ആത്മാർത്ഥതയുള്ള മൃഗങ്ങളും കൂട്ടുകാരായിട്ടുണ്ട് എന്ന് കാണിക്കുന്നൊരു കഥയാണ്. ഒരു ആമയും കാക്കയും മാനും പിന്നൊരു എലി. ആമ, എലി, മാൻ, കാക്ക 4 പേരും വലിയ കൂട്ടുകാരായിരുന്നു. ഇവർ 4 പേരും പരസ്പരം ആലോചിച്ച് കൂട്ടായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ. ഇന്ന് അവരുടെ ഭക്ഷണം തേടി കഴിഞ്ഞാൽ പിന്നെ 4 ആളും കൂടെ ഓരോ സ്ഥലത്തിരിക്കും. അവിടെ ഇരുന്ന് അന്നത്തെ കാര്യങ്ങളും ഓരോ തമാശകളൊക്കെ പറയും. കാട്ടിലെ വിശേഷങ്ങളും അവരവരുടെ വീട്ടിലെ അവരവരുടെ കുട്ടികളുടെ വിശേഷങ്ങളും ഒക്കെ എല്ലാ മൃഗങ്ങളും അങ്ങും ഒക്കെ പങ്കുവയ്ക്കും. അങ്ങനെ ഒരിക്കലൊരു വേടൻ കാട്ടിലെത്തി. കുറച്ച് സമയം ശ്രദ്ധിച്ചപ്പോൾ ഈ 4 പേരും കൂടിയിരുന്ന് സഭ കൂടിയിരുന്ന് വർത്താനം പറയാം. അപ്പോൾ വേടൻ എന്ത് ചെയ്തു? 4 ആളെ ഒറ്റയടിക്ക് പിടിക്കാം എന്തായാലും എന്ന് കരുതി കെണി ഒരുക്കി. വേടൻ്റെ കെണി വയ്ക്കൽ കണ്ടു കഴിഞ്ഞ വഴിക്ക് ആദ്യം കണ്ടപ്പോൾ കാക്കയ്ക്ക് സൂത്രം മനസ്സിലായി. അപകടം മണത്തു. കാക്ക എന്ത് ചെയ്തു? കാ എന്ന് കരഞ്ഞുകൊണ്ട് ഈ കെണിയുടെ ഭാഗത്തേക്ക് അതിനൊന്ന് ചുറ്റി പറന്നുകൊണ്ട് അങ്ങോട്ട് മേലോട്ട് ഉയർന്നു പറന്നുപോയി. ഇത് കണ്ട ഉടനെ പിന്നെ മാനും ഓടിപ്പോയി, എലിയും ഓടിപ്പോയി. അപ്പോൾ 3 പേരും അങ്ങോട്ട് ഓടിപ്പോയി. എലിയുടെ പോലെ ഓടാനൊക്കെ പറ്റുമോ? ആമയ്ക്ക് പറ്റുമോ? അതുപോലെ മാനിൻ്റെ പോലെ പാഞ്ഞ വേഗത്തിൽ ഓടിപ്പോവാൻ ആമയ്ക്ക് പറ്റുമോ? ആമയ്ക്ക് അങ്ങനെ പറ്റില്ല. കാക്ക പറന്നും പോയി, മുയലും ഓടിപ്പോയി, മാനും ഓടിപ്പോയി, എലിയും ഓടിപ്പോയി. ആമ മാത്രം എന്തു ചെയ്തു? വേടൻ്റെ കെണിയിൽ പെട്ടു. വേടനെ ആമയെ പിടിച്ച് സഞ്ചിക്കകത്തിട്ടു. വീട്ടിൽ കൊണ്ടുപോയിട്ട് ചുട്ടു തിന്നാലോ, അടുപ്പിലിട്ട്. ആമയെ സാധാരണ വേടന്മാർ ചുട്ടു തിന്നുക ചെയ്യുക. നമ്മളൊക്കെ കിഴങ്ങ് ചുട്ടു തിന്നുന്ന പോലെ ഒരു ആമയെ ചുട്ടാൽ തിന്നു. ഇതിനെ സഞ്ചിക്കകത്തിട്ടു. കൂട്ടുകാരും മറ്റു 3 പേരും കൂടി കുറച്ച് മാറിയിരുന്ന് ആലോചിച്ചു, എങ്ങനെ നമുക്ക് ആമയെ രക്ഷിക്കാൻ പറ്റും? അവനെ അങ്ങനെ വേടനെ വിട്ടുകൊടുത്താൽ പറ്റുമോ? നമുക്ക് എന്താ വഴി എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ എലി പറഞ്ഞു ഒരു സൂത്രം. ആ സഞ്ചിക്കകത്തു നിന്നും ആമയെ വലിച്ച് പുറത്തെടുക്കണ ജോലി ഞാൻ ചെയ്യാം. പക്ഷേ അതിന് ആ സഞ്ചിക്കകത്തുനിന്ന് സഞ്ചി അവിടെ താഴ്ത്തു വച്ചിട്ട് വേടൻ വേറൊരു സ്ഥലത്തേക്ക് പോകണം. വേടനെ ആകർഷിച്ച് ദൂരേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ കാക്ക വിചാരിച്ചാലും പറ്റില്ല, ഞാൻ വിചാരിച്ചാലും പറ്റില്ല. മാൻകുട്ടി, നീ വിചാരിച്ചാൽ പറ്റും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. ഞാൻ ആമയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ, നമ്മുടെ കൂട്ടുകാരനല്ലേ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നാണ്. എന്നാൽ നിനക്ക് കാലിനൊരു പരിക്ക് പറ്റി മുടന്തലുള്ളതുപോലെ നീ വേടൻ്റെ മുമ്പിൽ കൂടെ അങ്ങനെ പതുക്കെ നടന്നു പോകും. വേടനെ അടുത്തെത്തുമ്പോൾ നമുക്ക് ഓടാലോ, കാലിന് കുഴപ്പമില്ലല്ലോ. പക്ഷെ കുഴപ്പമുള്ളതുപോലെ അഭിനയിച്ചുകൊണ്ട് നീ വേടൻ്റെ മുമ്പിലൂടെ നടക്കണം. ശരി അങ്ങനെയാവും. അതുപോലെ തന്നെ ചെയ്തു. കാക്ക ഇങ്ങനെ മുകളിലൂടെ പറന്നു. എലി ഇങ്ങനെ താഴ്ത്തുകൂടെ ഓടി ഒളിച്ചോടി വേടൻ്റെ പുറകെ പോയി. കുറച്ച് ദൂരെ ചെന്നപ്പോൾ മാൻകുട്ടി മുമ്പേ പോന്നു. വേടൻ മാൻകുട്ടിയെ കണ്ടു. ഇത് കൊള്ളാലോ, നല്ല മാൻകുട്ടി, നല്ല തടിച്ചു കൊടുത്തൊരു ഇളം മാനാണ്. മാംസത്തിന് എന്തു രുചിയായിരിക്കുന്നറിയാമോ? അതുകൊണ്ട് ഈ മാനിനെ പിടിക്കാമെന്ന് കരുതി. ആമയപ്പോൾ ഏതായാലും കിട്ടി, സഞ്ചിയിലിട്ടൂലോ എന്ന് വിചാരിച്ച ആമയുടെ ആ സഞ്ചി അവിടെ ഇങ്ങോട്ട് വെച്ചു. എന്നിട്ട് മാൻ്റെ പുറകെ അങ്ങോട്ട് പോയി. ഇത് തന്നെയാണ് നമുക്കും ആവശ്യം എന്ന് കരുതി എലി ഇങ്ങനെ പാത്തു നിന്നു. വേടൻ മാനിൻ്റെ പുറകെ അങ്ങ് കുറച്ച് ദൂരം പോയി മറിഞ്ഞു കഴിഞ്ഞപ്പോൾ എലി ഓട്ടിച്ചെന്ന് സഞ്ചി കെട്ടിക്കണത് അങ്ങോട്ട് കരണ്ട് പൊട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് ആമയെ ഇങ്ങോട്ട് മാറ്റി അടുത്തുള്ള കുളം വരെ അങ്ങനെ ഉന്തിക്കൊണ്ട് വേഗം മുമ്പേ നടന്ന് കുളം കാണിച്ചു കൊടുത്ത് ആമ കുളത്തിലേക്ക് അങ്ങോട്ട് ചാടി ഇറങ്ങി വെള്ളത്തിലേക്ക് പോയി എന്ന് കണ്ട വഴിക്ക് ഈ എലി ഓടിപ്പോകാൻ റെഡിയായി. അപ്പോഴത്തേക്ക് മുകളിലിരുന്ന കാക്ക ഇതൊക്കെ കണ്ടു. കാക്ക അത് കണ്ടപ്പോൾ മാൻകുട്ടിക്കൊരു സിഗ്നൽ കൊടുക്കണ്ടേ? എത്ര ദൂരമായി അതിങ്ങനെ ഞൊണ്ടലഭിനയിച്ചുകൊണ്ട് ഓടണേ. കാക്ക അങ്ങോട്ട് കാ എന്ന് കരഞ്ഞ് വട്ടമിട്ട് പറന്നുകൊണ്ട്
ഉയർന്നു പൊങ്ങി ഓരോ മരത്തിൽ പോയി ഒളിച്ചിരുന്നു. അപ്പം ആൺകുട്ടിക്ക് മനസ്സിലായി ആമ രക്ഷപ്പെടുത്തി, ആമയ്ക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ സുഹൃത്തായ കാക്കയാണ് അതാണ് തന്നെ അറിയിക്കണേന്ന് കരുതി മാൻകുട്ടി ഓടിപ്പോയി. മാൻകുട്ടി അതിൻ്റെ പാട്ടിന് ഓടിയും പോയി. അപ്പോൾ വേടനിപ്പോൾ എന്തുണ്ടായി? വേടന് ആമയില്ല, മാനും ഇല്ല, എലിയില്ല, കാക്കയില്ല, 4 മൃഗങ്ങളെ കിട്ടിയില്ല. അവർ തമ്മിലുള്ള ആ പരസ്പരമായൊരു സൗഹൃദം, അവരുടെ ആ വിശ്വാസം, പരസ്പരം അപകടത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ആ ദൃഢമായ ഒരു തീരുമാനം അതങ്ങോട്ട് നടപ്പാക്കി. അതുകൊണ്ട് വേടനെ പറ്റിച്ചവർക്ക് ആമയെ രക്ഷിക്കാനും സാധിച്ചു, അവർക്കെല്ലാം രക്ഷപ്പെടാനും സാധിച്ചു. അതാണ് ഇന്നത്തെ കഥ, ചെങ്ങാതിമാർ. അതാണ് ഈ കഥയുടെ പേര്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.